പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ മെയ് മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. നെഹമ്യ ചാപ്റ്റർ 2 വേഴ്സ് 17 നാം ഇങ്ങനെ വായിക്കുന്നു: യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നമുക്ക് ഭവിച്ചിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ശൂശൻ രാജധാനിയിൽ അർത്ഥഹസിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായി സേവനമനുഷ്ഠിക്കുകയാണ് നെഹമ്യ. എന്നാൽ നെഹമ്യാവ് തന്റെ ജനത്തെക്കുറിച്ചും തന്റെ ആലയത്തെക്കുറിച്ചും തന്റെ ദൈവത്തെക്കുറിച്ചും വളരെ എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു. തന്റെ സഹോദരനായ ഹനാനിയും മറ്റു പ്രിയപ്പെട്ടവരും തന്നെ കാണാനായി വന്നപ്പോൾ താൻ വളരെ പ്രധാനമായും അന്വേഷിച്ചത് പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു വന്ന തങ്ങളുടെ കൂട്ടരെക്കുറിച്ചും അവരുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ചും ജെറുസലേമിനെ കുറിച്ചും ആയിരുന്നു. എന്നാൽ അവർ പറഞ്ഞ വാർത്ത നെഹമ്യാവിനെ വേദനിപ്പിച്ചു. അതെ, യെരൂശലേമും ദൈവാലയവും ചുറ്റുമതിലുകളും തീ വച്ച് ചുട്ട് വെന്ത് നശിച്ചു കിടക്കുന്നു. ആരാധന മുടങ്ങി, ദൈവജനം ചിതറിയിരിക്കുന്നു, ബാബേൽ പ്രവാസത്തിനുമായിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇത് കേട്ട നെഹമ്യാവ് വേദനയോടെ നൊന്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രാജകൊട്ടാരത്തിനകത്തായിരുന്ന നെഹമ്യാവിന് തന്റെ ദൈവം, ദൈവാലയം, തന്റെ ജനം എന്നിവരെ കുറിച്ചുള്ള വളരെ അഗാധമായ ബന്ധവും ആഴമേറിയ സ്നേഹവും തന്റെ ജീവിതത്തെ പിടിച്ചുലച്ചു. ഇത് അർത്ഥഹസിഷ്ട രാജാവ് തന്നെ നെഹമ്യാവിന്റെ മുഖത്തു നിന്നും ചോദിച്ചു മനസ്സിലാക്കി തന്റെ യാത്രയ്ക്ക് വേണ്ട അവധിയും വേണ്ട സജ്ജീകരണം നൽകി യാത്രയായി. 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, യെരൂശലേമിൽ നെഹമ്യാവ് എത്തി. അങ്ങനെ 3 ദിവസം പാർത്ത ശേഷം തന്റെ കൂടെയുള്ള കുറച്ചുപേരും താൻ കയറുന്ന വാഹനമാകുന്ന മൃഗവാഹനവും മാത്രമല്ലാതെ മറ്റാരും അറിയാതെ പെരുമ്പാമ്പ് ഉറവെങ്കിലും കുപ്പവാതിക്കലും മതിലിനരികിലുമൊക്കെയായി താൻ ഏകനായി യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ, പ്രതികൂലാവസ്ഥ നോക്കിക്കണ്ടു. താൻ എവിടെ പോയി എന്ന്, എവിടെ പോകുന്നുവെന്ന്, എന്തു ചെയ്യുന്നുവെന്ന് യഹൂദന്മാരോടോ പ്രമാണികളോടോ പുരോഹിതരോടോ ശേഷം പണി ചെയ്യുന്നവരോടോ പറഞ്ഞില്ല. താൻ തന്നെ താൻ കേട്ട വാർത്തകൾ ശരിയാണോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചിട്ട് അത് തനിക്ക്
വേദനാജനകമായി തോന്നുകയും ആ വേദന തൻ്റെ ജനത്തെ ഉണർത്തുവാൻ ഇടയാക്കുകയും ചെയ്തു. അങ്ങനെ താൻ എവിടെ എന്തായിരിക്കുന്നുവെന്ന് ജനത്തോട് പറഞ്ഞ് അവരെ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ഉത്സുകരാക്കുന്ന, പ്രേരിപ്പിക്കുന്ന ആഹ്വാനമാണ് നെഹമ്യാവ് 2:17 ഇന്നത്തെ വാഗ്ദത്ത വചന വാക്യം. പ്രിയ ദൈവമക്കളെ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെരുശലേം ദൈവാലയം നെബൂഖദ്നേസറാൽ പിടിക്കപ്പെട്ട് ചുട്ട് നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ മതിലുകളും വാതിലുകളും പണിയുവാൻ ദൈവം നെഹമ്യാവിൽ കൂടെ നിയോഗിക്കപ്പെട്ടു വന്ന് ആ വേദനയോട് ജനത്തെ ഉണർത്തി ആ ദൗത്യം ഏറ്റെടുക്കുന്നു. 2025 മെയ് 18 ഞായറാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഇന്നത്തെ വിശുദ്ധ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായി തയ്യാറാകുന്ന ദൈവ ദാസന്മാരെ, ശുശ്രൂഷകരെ, ദൈവജനമേ, നമ്മുടെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയല്ലേ? നമ്മുടെ ആത്മീയ മതിലുകൾ, സ്നേഹത്തിന്റെ മതിലുകൾ, കൂട്ടായ്മയുടെ മതിലുകൾ, ശുശ്രൂഷയുടെ മതിലുകൾ, ക്ഷമയുടെ മതിലുകൾ, സഹനത്തിന്റെ മതിലുകൾ, ചേർത്ത് പിടിക്കുന്ന മതിലുകൾ ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവ പുതുക്കിപ്പണിയാതെ, കൂട്ടിയോജിപ്പിക്കാതെ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും, എത്ര വലിയ അന്യഭാഷ പറഞ്ഞാലും, എത്ര പ്രവചനം പറഞ്ഞാലും, ഏത് വലിയ ആത്മീയ ആരാധനയിൽ പങ്കെടുത്താലും, എത്ര പ്രഗത്ഭരായ പേര് കേട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്താലും ഒരു ഗുണവുമില്ല. കാരണം മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന മതിലുകൾ ഉണ്ട് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, ദൈവദാസനെ, നിങ്ങളുടെ സകല ശുശ്രൂഷകളും നിർത്തിയിട്ട് ആ മതിലുകൾ പുതുക്കിപ്പണിയുക. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക. കുറവുകൾ നികത്തുക, കുറ്റമറ്റതാക്കുക. തുടർന്ന് അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. കുടുംബ ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങൾ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ, കൂട്ടു സ്നേഹിതർ തമ്മിലുള്ള ബന്ധങ്ങൾ, എവിടെയാണ് മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത്? ശത്രു തീയിട്ട് നശിപ്പിച്ചിരിക്കുകയല്ലേ? വെന്ത് വെണ്ണീറായിരിക്കുകയല്ലേ? ദൈവദാസനായ നെഹമ്യാവിന് ഉള്ളിൽ വേദന വന്നിട്ട് തന്റെ ദൗത്യം എന്താണ്, എന്തിനു വന്നുവെന്ന് ഒരു മനുഷ്യനോടും അതുവരെ പറയാതിരുന്നത് 17ാമത്തെ വാക്യത്തിൽ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഈ വിശുദ്ധദിനം രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് വാതുവെക്കുകയാണ്, വളരെ ശക്തമായി ഇടപെടുകയാണ്. അത് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് കേട്ടിട്ട് അഗണ്യമായി വിചാരിക്കരുത്. നമ്മുടെ ഇന്നത്തെ ആരാധനയെക്കാട്ടിൽ പ്രധാനം മതില് കെട്ടുപണി ചെയ്യുക,
ശത്രുവിനും അന്യജാതിക്കും നായ്ക്കൾക്കും ദൈവകൃപയുടെ ഈറ്റില്ലമായ യെരുശലേം ദൈവാലയത്തിൽ യഥേഷ്ടം വിന്യസിക്കുവാൻ സൗകര്യത്തിൽ തരിപ്പണമായി കിടക്കുന്ന മതിൽ പുതുക്കിപ്പണിയുക. അതെ, നമ്മുടെയും അവസ്ഥ ഇതല്ലേ? വഴിയെ പോകുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവർ, മക്കൾ പോലും, മറ്റു പലരും നമ്മെ പലവിധങ്ങളിൽ അപമാനിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കുന്നു. എന്താണ് കാരണം? പ്രാർത്ഥനയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. വ്യക്തിപരമായ ദൈവിക ബന്ധത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ആത്മീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് വിദൂരങ്ങൾ പഠനത്തിനും ജോലിക്കും കുടുംബസ്ഥരുമായി പോയിരിക്കുന്ന നമ്മുടെ ആൺമക്കളും പെൺമക്കളും പ്രാർത്ഥിക്കുന്നുണ്ടോ? വചനം വായിക്കുന്നുണ്ടോ? ആരാധനയിൽ പങ്കുചേരുന്നുണ്ടോ എന്ന് അവരുടെ നന്മകൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾ തിരക്കുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? അവരെ നിർബന്ധിക്കുന്നുണ്ടോ? അവർ ഈ ഭൂഖണ്ഡത്തിന്റെ ഏത് അറ്റത്തായാലും, ഏത് ഉയർന്ന കമ്പനിയിലെ എത്ര ഉയർന്ന സ്ഥാനമാനങ്ങളും വലിയ അക്ക ശമ്പളമുണ്ടെങ്കിലും ആത്മീയ മതിൽ ഇടിഞ്ഞു പോയാൽ സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, വളരെ പെട്ടെന്ന് ശത്രു അകത്തു കയറും. കുടുംബജീവിതം തകർത്ത് കളയും. ആത്മീയ ജീവിതം കശക്കിയെറിയും. അവരിന്ന് അനുഭവിക്കുന്ന സകല നന്മകളും ചീട്ടുകൊട്ടാരം പോലെ വളരെ പെട്ടെന്ന് നിലമ്പെത്തും. ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ ബാംഗ്ലൂരോ മുംബൈയിലോ കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടൊക്കെ വില്ലകളോ ഫ്ളാറ്റുകളോ എസ്റ്റേറ്റുകളോ ഡിപ്പോസിറ്റുകളോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ മതിലിൽ ശക്തമല്ല എങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം ഈ വിശുദ്ധ ദിനം അതിരാവിലെ വളരെ വ്യക്തമായി നമ്മോട് ഒരു ദൂത് പറയുകയാണ്. പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും പള്ളിയും ആരാധനയും സ്വന്തം കാര്യവും കുടുംബകാര്യവും മാത്രം നടക്കാതെ നമ്മുടെ ആത്മീയ ചുറ്റുമതിലിന്റെ അവസ്ഥ തിരിച്ചറിയണം. അതിന്റെ ശോചനീയ അവസ്ഥ, വെന്തു വെണ്ണീരായി കിടക്കുന്ന അവസ്ഥ, ആരും കയറി വളരെ സ്വയവിഹാരം നടത്തുന്ന, വിജനവും അന്യമായി കിടക്കുന്ന നമ്മുടെ ചുറ്റുമതിൽ ഇന്ന് കെട്ടുപണി ചെയ്യാം. ഒരു സമർപ്പണത്തോടെ അടുത്തു വരാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ വളരെ ശക്തമായി ഹേമിക്കുന്നു. ഒരാത്മീയ തിരിച്ചുവരവ് അത്യന്താപേക്ഷിതമാണ്. കുടുംബത്തിൽ, കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിയിൽ, വ്യക്തിപരമായ ദൈവിക ബന്ധത്തിൽ, കൂട്ടായ്മ ബന്ധത്തിൽ, സഭാബന്ധത്തിൽ നമ്മുടെ മതിലുകൾ ശക്തമാവട്ടെ. ദുഷ്ടൻ എത്തി നോക്കുവാൻ പോലും പറ്റാതെ വണ്ണം ഡബിൾ സ്ട്രോങ് ആയി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആരാധനയുടെയും ശക്തിയാൽ നമ്മുടെ മതിലുകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉയർന്നു നിൽക്കട്ടെ. ശത്രു നമ്മെ കാണാതെ വണ്ണം തമ്പുരാൻ യോബിനെ എങ്ങനെ മറച്ചിരിക്കുന്നുവെന്ന് സാത്താൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നമ്മുടെ ഭവനങ്ങളെയും
സ്വർഗം മറക്കട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി സ്തോത്രത്തോടും സ്തുതിയോടും ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ വസിപ്പാൻ ഈ സ്വർഗീയ മതിലിന്റെ സംരക്ഷണ വലയത്തിനുള്ളിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിന് ഈ വിശുദ്ധ ദിനത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 മെയ് മാസത്തിന്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയുടെ മതിൽ, കൂട്ടായ്മയുടെ മതിൽ, കുടുംബ ബന്ധങ്ങളുടെ മതിൽ, സ്നേഹത്തിന്റെ മതിൽ, കുടുംബ പ്രാർത്ഥനയുടെ മതിൽ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ മതിൽ, ക്ഷമയുടെ മതിൽ, കൈ കോർത്തു പിടിക്കുന്ന മതിൽ, ദൈവകൃപയുടെ മതിൽ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് ഒരു ശോധന കഴിപ്പാൻ ഈ വിശുദ്ധ ദിനത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ മതിലിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു കിടക്കുന്നു. ശത്രു കയറുന്നു, ദുഷ്ടനാക്രമിക്കുന്നു. ആ കുറവിന് നികത്തി പ്രാർത്ഥനയോടെ, പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ഞങ്ങളുടെ മതിലുകൾ പുതുക്കി പണിയുവാൻ ഇടയാക്കണമേ. നെഹമ്യാവിന്റെ ആഹ്വാനം ഈ വിശുദ്ധ ദിനം ഞങ്ങളും ഏറ്റെടുക്കുന്നു. അങ്ങനെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് അപ്പന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നു. സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സ്വർഗീയ സംരക്ഷണത്തിന് ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, പേരുകേട്ട സഭയുടെയും കുടുംബത്തിന്റെയും അംഗമായതുകൊണ്ട് നമ്മുടെ കോട്ടമതിൽ ശക്തമാവുകയില്ല. നമുക്കൊരു ധാരണയുണ്ട്. മുടങ്ങാതെ പള്ളിയിൽ പോകുന്നു, തിരുവത്താഴം കൈക്കൊള്ളുന്നു, എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ മതിൽ പൂർണ്ണമാവുകയില്ല. ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം സ്വയം വിലയിരുത്തുക. എവിടെയാണ്, ഏത് ഭാഗത്താണ് ഇടിഞ്ഞു കിടക്കുന്നത്, അവ കണ്ടെത്തി ഇപ്പോൾ തന്നെ പുതുക്കിപ്പണിയുക, പുനഃസമർപ്പണം ചെയ്യുക, പ്രാർത്ഥനയോടെ മുന്നേറുക. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ സ്വർഗീയ കൃപയാലും സംരക്ഷണത്താലും തന്റെ കരം പിടിച്ച് നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.